ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഡ്ഡലി മാവ്, ദോശ മാവ് പറഞ്ഞ സ്ഥലത്തൊക്കെ എന്താ പറയുക, മാവ് പുളിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ വെറ്റില ഉണ്ടെങ്കിൽ വെറ്റില നമ്മൾ നന്നായൊന്ന് കഴുകി എടുക്കുക. എന്നിട്ട് നമുക്കത് ഇതുപോലെ നമ്മളുടെ മാവിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ ദോശ മാവാണെങ്കിലും ഇഡലി മാവാണെങ്കിലും ഒട്ടും തന്നെ പുളിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് നന്നായി ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം, അപ്പോഴേ അത് പുളിക്കാതിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലേക്കാണ്. അതായത് ഈ കറിവേപ്പില നമ്മൾ വീട്ടിലുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ പറയേ വീട്ടിൽ നിന്ന് പറമ്പെന്നെടുത്ത് വലിച്ചിട്ട് വെക്കണതിന് എന്തിനാ സൂക്ഷിക്കണമെന്ന് ചോദ്യം വരാം. നാട്ടിൻപുറങ്ങളിൽ എല്ലാ വീടുകളിലും കറിവേപ്പില 1, 2, 3 ചിലവരൊക്കെ മരങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ജീവിതം ടൗണുകളിലൊന്നും കറിവേപ്പില കണി കാണാൻ കിട്ടില്ല. അപ്പോൾ ഇത് സൂക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ അപ്പുറത്തുനിന്ന് പറിച്ചെടുത്തതാട്ടോ, ഒരു വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ പറിച്ചെടുത്ത സാധനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഫ്രഷാണ് സാധനം. പിന്നെ ഒരു കെമിക്കലും ഇല്ല. അപ്പോൾ നമ്മളിത് കഴുകാൻ നിൽക്കരുത്. അതായത് ഇത് ഉപയോഗിക്കണ നേരത്ത് മാത്രം കഴുകാൻ തീട്ട്, അതിന് മുന്നേ അത് കഴുകരുത്. ആദ്യം ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത ശേഷം നന്നായി ഡ്രൈ ആക്കിയ പാത്രം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ന്യൂസ് പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ള കളർ പേപ്പറോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെക്കാം. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ടിഷ്യൂ പേപ്പറൊന്നും ഉണ്ടാകണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പേപ്പർ എടുത്തത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ ഓരോരോ ഇതാക്കിയിട്ട് ചിലവരെന്ത് ചെയ്യുന്നതാണ് കുപ്പിക്കകത്ത് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യും. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഓരോരുത്തർക്കും ഓരോരോ ഐഡിയാസ് ആണല്ലോ. അപ്പോൾ നമുക്കിതെങ്ങനെ ആക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ന്യൂസ് പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിങ്ങനെ കോരി മൊത്തത്തിലങ്ങ് ഇട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളിതിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശേഷം ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അതിൻ്റെ മേലെ നമുക്കിതുപോലെ വെച്ച ശേഷം അതൊന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 1-1.5 മാസം സംഭവം കേടുകൂടാതെ ഇരിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സ്ക്രബ്ബറില്ലേ, കിച്ചൺ സ്ക്രബ്ബർ നല്ലോണം പാത്രമൊക്കെ കഴുകിയ ശേഷം രാത്രി കിടക്കാൻ നേരത്തെ കിച്ചൺ സ്ക്രബ്ബറിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വയ്ക്കാം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുണ്ടെങ്കിൽ പോയി നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ രാവിലെ എണീച്ച ശേഷം ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നാറ്റമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിക്ക് ഇതാവും കേട്ടോ. ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈച്ചശല്യമൊക്കെ മാറാനായിട്ട് കണ്ടോ, ഒരു കഷ്ണം നാരങ്ങ എടുത്ത ശേഷം അതിലോട്ട് നമ്മൾ ഈ ഒരു ഗ്രാമ്പു ഇതിങ്ങനെ കുത്തിവെക്കുക കേട്ടോ. ഇത് നമ്മൾ കുറച്ചുകൂടി നല്ല പഴത്തിലൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് കൂടുതലാണ് കേട്ടോ. അതിൻ്റെ ആ സ്മെല്ല് കാരണം അപ്പോൾ ഈ കുഞ്ഞീച്ചയൊന്നും അടുത്ത് വരില്ല. ഇതുണ്ട, ഒരു പഴത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്താലും ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടുത്ത് വരില്ല കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അടുത്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ, അതായത് കിച്ചണിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കുഞ്ഞീച്ച പോലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ശല്യമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ടിപ്സൊക്കെ ഉപയോഗമായെന്ന് വിചാരിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കാം.